ഹലോ ഹായ്. അപ്പോൾ മോഹിനിയാട്ടം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗമാണ് മോഹിനിയാട്ടം. അപ്പോൾ ഈ സിനിമയുടെ പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം ഉണ്ടാവും അല്ലേ? ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതൊക്കെ ഡാൻസുമായി നൃത്തവുമായി നല്ല ബന്ധമുള്ള സിനിമയാണോ എന്നൊക്കെ ഒരു സംശയം നമ്മളിൽ പലരും ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര നല്ല സിനിമയാണെങ്കിൽ പോലും അതിന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേര് ആ സിനിമയ്ക്ക് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വിശ്വസിക്കാം. പക്ഷേ ഈ സിനിമ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ പേരുമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. പേരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ബന്ധം, അതായത് മോഹിനിയാട്ടം ഒരു നൃത്തരൂപം, ആ തരത്തിലൊരു ബന്ധമല്ല ഉള്ളത്. പക്ഷേ അടിപൊളി സിനിമ, ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ളൊരു സിനിമ തന്നെയാണ് മോഹിനിയാട്ടം. അപ്പോൾ നല്ല ബലം പിടിച്ചിരിക്കാനൊന്നും പാടില്ല, നല്ല ചിരിക്കാനുള്ള ഒരു കൂളായിട്ടുള്ള മൈൻഡിൽ തന്നെ പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല പൊട്ടിച്ചിരിക്കാനുള്ള കുറേ രംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും അഭിനയം ഓരോരുത്തരുടെയും അഭിനയം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അപ്പോൾ അത്രയും കിഡിലനായിട്ടുള്ള ഒരു ആക്ടിങ്ങും ഒരു കിഡിലെ മേക്കിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേര് മോഹിനിയാട്ടം എന്നതായതുകൊണ്ട് ആരും കാണാതിരിക്കരുത്, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാൻ തന്നെ വേണം. ഓരോരാളുടെയും ക്യാരക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും അഭിനയം, നമ്മുടെ ഉർവശി ചേച്ചിയൊക്കെ ആയിട്ടുള്ള കലാരഞ്ജനി ചേച്ചിയുടെയൊക്കെ പെർഫോമൻസ് എന്തൊരു അടിപൊളി, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസാണ്. ഓരോരാളും അതെ, ആരെയും നമുക്ക് മോശമായിട്ട് ആ സിനിമയകത്ത് ആക്ട് ചെയ്തതിനകത്ത് പറയാനില്ല. എല്ലാം സുധീഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവതരിപ്പിച്ച ബേബി ജീൻ, അവരൊക്കെ പെർഫോമൻസ് വേറെ ലെവൽ സാധനം. അപ്പോൾ കിടിലൻ സിനിമയാണ്. നല്ല എൻജോയ് ചെയ്ത് നമുക്ക് എന്താ പറയുക അടിച്ചു പൊളിച്ച് നല്ലൊരു കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും നന്നായി ചിരിക്കുന്ന ഒരു സിനിമ, അത് ചിരിപ്പിച്ച ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പലരും ഈ അടുത്തിറങ്ങിയ മറ്റൊരു സിനിമ നല്ല കോമഡിയുടെ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെ പേഴ്സണലി എന്നെ മറ്റു സിനിമകളൊന്നും അത്ര ചിരിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇത് അത്യാവശ്യം നന്നായി ചിരിക്കാനുള്ള സിനിമ തന്നെയാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പോയി എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് മോഹിനിയാട്ടം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീണ്ടും അടുത്തൊരു സിനിമ കാണുന്നവരെ ബൈ ബൈ.